നമ്മൾ ഈ 40 അടിസ്ഥാന ഉപദേശങ്ങൾ പഠിക്കുന്നത്. അപ്പോ 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നല്ലോ, ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു എന്ന്. അപ്പോ ഈ അടിസ്ഥാന ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക കൂടി ചെയ്യുമ്പോൾ പാറമേലെ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുകയാണ് നമ്മൾ. അപ്പൊ അതിന് ആകത്തക്ക രീതിയിൽ, ഒരുങ്ങത്തക്ക രീതിയിൽ നമുക്ക് ഇത് പഠിക്കാം. ഇത് മിക്ക സ്ഥലങ്ങളിലും സഭകളിലോ ബൈബിൾ കോളേജുകളിലോ ഒന്നും പഠിപ്പിച്ചു കാണുന്ന ഒരു വിഷയമല്ല ഇത്. ഇത് നമ്മൾ പഠിച്ചിരിക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കണം. അപ്പോൾ നമ്മളുടെ ആത്മീയ ജീവിതം അതനുസരിച്ച് നമുക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പണിതെടുക്കുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കാണുന്നത്, ഒന്നാമത്തെ അടിസ്ഥാന ഉപദേശം എന്ന് പറയുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഈ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് പറയുമ്പോൾ, സ്വർഗരാജ്യം എന്ന വാക്ക് നമ്മൾ അവിടെ കാണുന്നു. ചിലപ്പോൾ ദൈവരാജ്യം എന്നത് മറ്റു സുവിശേഷങ്ങളിലെ, ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ ദൈവരാജ്യം എന്ന് കാണുവാനായിട്ട് കഴിയും. അത് യഹൂദൻ ദൈവം എന്ന വാക്ക് സാധാരണയായി ഉച്ചരിക്കാറില്ല. അതിനാൽ ആണ് യഹൂദൻ അതിന് പകരം സ്വർഗം എന്നേ പറയുകയുള്ളൂ. അതായത് ദൈവമേ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് പോലെ അവര് സ്വർഗമേ എന്നൊക്കെ വിളിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ ആണെങ്കിൽ ദൈവരാജ്യം എന്നൊക്കെ കാണുവാനായിട്ട് കഴിയും. അപ്പൊ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 മണ്ഡലങ്ങളിലാണ്. ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ 3 അവസ്ഥകളിലൂടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സമാഗമന കൂടാരം എടുത്താലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഈ സമാഗമന കൂടാരം പണിയുമ്പോ മോശ പറയുന്നുണ്ട്, വരുവാനിരിക്കുന്നതിന്റെ നിഴലാണ് എന്ന്. ആരാ വരുവാനിരിക്കുന്ന? കർത്താവ് വരുവാനിരിക്കുമ്പോ കർത്താവ് ആ മനുഷ്യന്റെ രൂപത്തിൽ തന്നെയാണ്, മനുഷ്യന് സദൃശനായി തന്നെയാണ് കർത്താവ് ഇവിടെ വന്നത്. അപ്പൊ വരുവാനിരിക്കുന്നതിന്റെ നിഴലാണെന്ന് പറയുമ്പോ ഈ പ്രാകാരം യഹൂദന്മാര്, ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു, യഹൂദന്മാര് ഈ പ്രാകാരത്തിന് പറയുന്നത് വഴി ദ വേ എന്നാണ് പ്രാകാരത്തിന് പറയുന്നത്. അതുപോലെ തന്നെ പ്രാകാരത്തിൽ നിന്ന് അല്പം അകത്തേക്ക് കയറുമ്പോൾ കാണാൻ നമുക്ക് വിശുദ്ധ സ്ഥലം കാണുവാനായിട്ട് കഴിയും. അതിന് പറയുന്നത് സത്യം എന്നാണ് പറയുന്നത്. യഹൂദന്മാർ ആ വിശുദ്ധ സ്ഥലത്തിന് പറയുന്നത് സത്യം എന്നാണ്. ആ വിശുദ്ധ സ്ഥലത്ത് നിന്ന് നമ്മൾ വീണ്ടും അകത്തേക്ക് കയറുമ്പോൾ അതിവിശുദ്ധ സ്ഥലം കാണുവാനായിട്ട് കഴിയും. അതിവിശുദ്ധ സ്ഥലത്തിന് പറയുന്നത് ജീവൻ എന്നാണ്, അല്ലെങ്കിൽ ദ ലൈഫ്, ദ വേ വഴി, ദ ട്രൂത്ത് സത്യം, ദ ലൈഫ് ജീവൻ. അപ്പോ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു കർത്താവ് അങ്ങനെ പറയുമ്പോ യഹൂദന്മാർക്ക് പ്രത്യേകിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്കറിയാം വഴിയും സത്യവും ജീവനും ഏതാണെന്നുള്ള കാര്യം അവർക്കറിയാം. അതാണ് കർത്താവ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു.
ഈ പ്രാകാരത്തിൽ എല്ലാവർക്കും വരാം അല്ലേ? പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് യഹൂദന്മാർ കയറുന്നു. ആ വിശുദ്ധ സ്ഥലത്തേക്ക് കയറുമ്പോൾ തന്നെ അവിടെ താമ്രത്തൊട്ടി ഉണ്ട്. അതിൽ കഴുകൽ പ്രാപിച്ച് യാഗപീഠമുണ്ട്. യാഗപീഠം, ആ യാഗപീഠത്തിൽ നിന്നാണ് വീണ്ടും താമ്രത്തൊട്ടി കാണുന്നത്. അപ്പൊ ആ യാഗപീഠം അവിടെ യാഗം കഴിച്ചിട്ട് ആ താമ്രത്തൊട്ടിയിൽ ഇറങ്ങാണ്ട് ആർക്കും അകത്തേക്ക് പ്രവേശനമില്ല. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറണമെങ്കിൽ ഈ താമ്രത്തൊട്ടി കൂടി കടക്കാതെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറുവാനായിട്ട് കഴിയുകയില്ല. അപ്പോ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന, ഞാൻ ചുരുക്കമായിട്ട് മാത്രം പറയുന്നുള്ളൂ, ഒരു രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്നാനത്തിലൂടെ അല്ലാതെ ആ ജീവൻ പ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല. ആ കർത്താവിന്റെ അടുക്കിലേക്ക് എത്തുവാനായിട്ട് കഴിയുകയില്ല എന്നതാണ് അതിൽ നിന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ, ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ 3 മണ്ഡലങ്ങളിലൂടെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോ ശരീരം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ, നമ്മൾ പഠിക്കുന്ന വിഷയം മറന്നു പോകരുത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അതാണ് വാക്യം. ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുണ്ട്. ഈ ശരീരവും മനസ്സും ആത്മാവും ഒരേ രീതിയിൽ കൊണ്ടുപോയെങ്കിൽ മാത്രമാണ് ഒരു ആരോഗ്യമുള്ള മനുഷ്യനാണെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുള്ളൂ. ചിലർക്ക് ശരീരത്തിൽ ആരോഗ്യമുണ്ടെങ്കിലും മനസ്സിന് ആരോഗ്യമില്ല, ആത്മാവിന് ആരോഗ്യമില്ലാത്ത അവസ്ഥ, ആത്മാവിന് കിട്ടേണ്ട അവസ്ഥകൾ കിട്ടാതെ പോകുന്നു. ചിലർ ആത്മീയമായി നല്ല വളർച്ചയിലാണെങ്കിലും ശരീരം ശ്രദ്ധിക്കാതെ ശരീരത്തിൽ പലവിധമായ പ്രശ്നങ്ങളുമായിട്ട് കടന്നു പോകുന്നവരുണ്ട്. ബുദ്ധിയില് പലവിധമായ വിഷയങ്ങളുമായി കടന്നു പോകുന്നവരുണ്ട്. വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ബുദ്ധിക്ക് ആവശ്യമായ അറിവുകൾ കിട്ടാത്ത അവസ്ഥകള്. അങ്ങനെ മൂന്ന് വിധത്തിൽ പോകുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹവും പദ്ധതിയും ദേഹവും ദേഹിയും ആത്മാവും ഒരേ ലെവലില് പോകുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് നമുക്ക് ആവശ്യമായത് എന്താ? നല്ല ആഹാരം വേണം, നല്ല വ്യായാമം വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ശരീരം നന്നായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. അപ്പോ ബുദ്ധിയുടെ ആവശ്യത്തിന് നമുക്ക് വേണ്ടത് നല്ല നോളജ് വേണം അല്ലേ? നല്ല അറിവുകൾ സമ്പാദിക്കുമ്പോൾ ബുദ്ധി നല്ല ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോകും. ആ ബുദ്ധിയില് ഇൻഫോർമേഷൻ, നോളജ്, ഇത് രണ്ടും വേണം. ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഒരാള് കളക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതായത് നമ്മൾ ബുക്സുകളൊക്കെ വായിച്ചിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ നമ്മൾ കളക്ട് ചെയ്യാണത്. ആ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാകുന്നു. ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അടുത്ത നോളജ് എന്ന് പറയുമ്പോൾ ഈ കിട്ടിയ കാര്യങ്ങള്, നമ്മൾ കളക്ട് ചെയ്ത കാര്യങ്ങള് ഈ സയന്റിഫിക് ആയിട്ട് അതിനെ അനലൈസ് ചെയ്ത്, അതായത് അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെ എന്നാ പറയണ, വിശദീകരിച്ച് എടുക്കണം. വിശകലനം ചെയ്തെടുക്കണം. നമുക്ക് കിട്ടിയ ഇൻഫോർമേഷനെ, കിട്ടിയ കാര്യങ്ങളെ നമ്മൾ വിശകലനം ചെയ്യണം. അപ്പോഴാണത് ഒരു അറിവായിട്ട് ഒരു സെക്കൻഡ് കേട്ടോ. അപ്പോ നമുക്ക് അതിനെ വിശകലനം ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ കിട്ടുന്നതാണ് നോളജ് എന്ന് പറയുന്നത്. ഈ നോളജ് ഉണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിമണ്ഡലം നല്ല ആരോഗ്യപരമായിട്ടിരിക്കും, അതായത് സമ്പന്നമായിട്ടിരിക്കും. അപ്പൊ അത് ദാരിദ്ര്യത്തില് ആയിരിക്കില്ല. ശരീരത്തിന് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ ശരീരം ദരിദ്രമായിത്തീരുന്നു. ബുദ്ധിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ അത് ബുദ്ധി ദാരിദ്ര്യമായി തീരുന്നു. അതുപോലെ ആത്മാവ് സമ്പന്നമാകണമെങ്കിൽ ദൈവദത്തമായ പരിജ്ഞാനം ആണ് നമുക്ക് ആത്മാവിന് വേണ്ടത്. അതായത് വിസ്ഡം എന്ന് പറയുന്നത് ദൈവദത്തമായ പരിജ്ഞാനമാണ് ആത്മാവിന് വേണ്ടത്. അപ്പോ ഈ ദൈവദത്തമായ പരിജ്ഞാനത്തോടു കൂടി ജീവിക്കുമ്പോൾ ആത്മാവ് സമ്പന്നമായിത്തീരുന്നു. അപ്പോ ഇതുപോലെ ബുദ്ധിക്കും ശരീരത്തിനും ആത്മാവിനും കിട്ടുമ്പോൾ ഇതെല്ലാം സമ്പന്നമായിത്തീരുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം ദാരിദ്ര്യത്തിലായിരിക്കും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ പരിജ്ഞാനം നേടേണ്ടതെന്ന് നോക്കാം. അപ്പൊ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് പരിജ്ഞാനം നേടാനാ. അതായത് പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. ഈ എൻ്റെ നീതിമാനായ യേശുക്രിസ്തു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച അടിസ്ഥാനപരമായ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും രക്ഷിക്കും. അപ്പൊ ഈ പരിജ്ഞാനമാണ് കർത്താവ് ഉപയോഗിച്ചത്. അപ്പൊ എങ്ങനെ പരിജ്ഞാനം നേടാം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ വിസ്ഡം ഇല്ലാതെ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദൈവം അവരെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിക്കും. ദൈവത്തിന്റെ ആ പരിജ്ഞാനമില്ലാതെ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. ഈ മോശയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ മോശ മരുഭൂയാത്രയിൽ വെച്ചിട്ട് ആണ് അഹ്റോൻ മരിക്കുന്നത്. മോശയുടെ സഹോദരനായ അഹ്റോൻ മരിക്കുകയാണ്. അഹ്റോൻ മരിക്കുമ്പോ ആ വിഷമത്തില്, അഹ്റോൻ തന്റെ സഹോദരൻ മരിച്ചതിന്റെ വിഷമത്തില് മോശ ദൈവത്തോട് പല കംപ്ലൈന്റുകളും പറയുക. ആ 90-ാം സങ്കീർത്തനമെല്ലാം അഹ്റോൻ മരിക്കുന്ന സമയത്ത് മോശ പാടുന്ന സങ്കീർത്തനമാണത്. അതിനകത്ത് ദൈവത്തോട് പല കംപ്ലൈന്റുകളും പറയാ. ആ സമയം മോശയ്ക്ക് 119 വയസ്സുണ്ട്. 119 വയസ്സുള്ളപ്പോഴാണ് അഹ്റോൻ മരിക്കുന്നത്. അപ്പോ ഈ കംപ്ലൈന്റുകൾ പറയുന്ന എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നമുക്ക് ആ 90-ാം സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തെല്ലാം കാര്യങ്ങളാ കംപ്ലൈന്റ് പറയുന്നത് ദൈവത്തോട്. എന്താണ് ഇങ്ങനെ കുറെ കംപ്ലൈന്റുകൾ അവിടെ പറയുന്നുണ്ടല്ലോ. പറഞ്ഞിട്ട് ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. അപ്പൊ ദൈവം ഭയങ്കരമായിട്ട് ക്രോധിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് പറയുക. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. ഈ മോശ ഈ 70 80 എന്ന് പറയുമ്പോ ഓർക്കുക, മോശയ്ക്ക് 119 വയസ്സുണ്ട്. എന്നിട്ട് കർത്താവിനോട് കംപ്ലൈന്റ് പറയുക, ഞങ്ങളുടെ ആയുഷ്കാലം ഏറെയായാൽ 80 മാത്രമെന്ന് പറഞ്ഞുകൊണ്ട്. പെട്ടെന്ന് മോശയ്ക്ക് ഈ ബോധം വരികയാണ് ചെയ്യണേ. ദൈവമേ, ഞാൻ എന്താ ഈ പറയണേ? ഞാൻ ഈ ദൈവത്തെയാണല്ലോ ഈ കുറ്റം പറയുന്നത് എന്നുള്ളൊരു ബോധം മോശയ്ക്ക് വീണിട്ട് മോശ അവിടെ പരിജ്ഞാനത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. പെട്ടെന്ന് പറയാണ്, 12-ാം വാക്യം കണ്ടോ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന്. മോശയ്ക്ക് മനസ്സിലായി, പെട്ടെന്ന് ദൈവത്തെയാണല്ലോ ഞാൻ ആരെയാ ഈ കുറ്റം പറയുന്നേ എന്നുള്ളൊരു ബോധ്യം പെട്ടെന്ന് മോശയ്ക്ക് ഉണ്ടായിട്ട് മോശ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ദാവീദ് പാപം ചെയ്തപ്പോഴും ദൈവത്തോട് ജ്ഞാനം തരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. ഇതുപോലെ തന്നെ പഴയ നിയമത്തിൽ നമുക്ക് മറ്റൊരു കഥാപാത്രത്തെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ ആസാഫ്. ആസാഫ് അങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 73-ാം സങ്കീർത്തനത്തില് ആസാഫ് അങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
മിസ്രൈമ്യര് ഒരിക്കല് ആക്രമിക്കാൻ വന്നിട്ട് ഈ ആസാഫിന്റെ വീട്ടുകാരെ മുഴുവൻ കൊന്നുകളഞ്ഞു. അങ്ങനെ കൊന്നുകളഞ്ഞപ്പോ ഈ പ്രായമായ ഈ ആസാഫിന് വളരെ നിരാശയുണ്ടായി. അങ്ങനെ നിരാശനായിട്ട് കർത്താവിനോട് പരാതി പറയാ, ദൈവത്തോട് പരാതി പറയാ. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അവന് അസൂയ തോന്നുന്നു. അതായത് ദുഷ്ടന്മാർ നന്നായി, അവർക്കൊരു കഷ്ടതയില്ല, പ്രയാസമില്ല, അവർക്ക് സമ്പത്ത് ഏറെ ഉണ്ട്, എല്ലാം ഉണ്ട്, അവർ ദുഷ്ടത ചെയ്തിട്ടും അവരുടെ ജീവിതം ഇങ്ങനെയാണ്. എന്നാൽ ഞങ്ങൾക്ക് ഇതുപോലെ കഷ്ടതയും പ്രയാസവും ആണല്ലോ എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറയാണ് ദൈവത്തോട്. അങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞിച്ച് ആസാബ് പറയും, ഇനി ഞാൻ പ്രാർത്ഥിക്കണമില്ല, ആരാധിക്കണമില്ല, ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ആസാബിന് തോന്നി, ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച് ദൈവസന്നിധിയിൽ ചെന്നപ്പോഴാണ് അവന് മനസ്സിലായത് അവന്റെ വലങ്കരത്തിന് ദൈവം പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവന് ആ ബോധ്യം വന്നത്. അവന്റെ വലങ്കരം മറ്റുള്ളവരെ, ദുഷ്ടന്മാരെ ദൈവം വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുക. അവരെപ്പോ വേണമെങ്കിലും വീണു പോകാം, ആ വഴുവഴുപ്പിലാ നിർത്തിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നത്, കർത്താവ് വലങ്കരത്തിന് പിടിച്ചിരിക്കുക വീഴാതെ വണ്ണം. അത് ഈ ആസാഫിന് മനസ്സിലായി. പെട്ടെന്ന് അവൻ വിഷയം മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതുപോലെ തന്നെയാണ് നമുക്ക് ദൈവത്തിൽ നിന്നുള്ള പരിജ്ഞാനം ഇല്ല എങ്കിൽ നമ്മൾ പല സാഹചര്യങ്ങളും ദൈവത്തെ കുറ്റം പറയുകയും ദൈവത്തിനെതിരെ പിറുപിറുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ദൈവസന്നിധിയിൽ എന്നും രാവിലെ ചെല്ലണം. രാവിലെ ചെന്നിട്ട് കർത്താവിനോട് പറയണം, എന്ന് പറയണം, കർത്താവേ, ഇന്ന് എനിക്ക് ജീവിക്കുന്നതിന് ആവശ്യമായ ജ്ഞാനം തരണം. ആ പരിജ്ഞാനം, എനിക്ക് ഇന്ന് ജീവിക്കുന്നതിന് ആവശ്യമായ ജ്ഞാനം തരണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. അപ്പോ കർത്താവ് നമുക്ക് അന്ന് എങ്ങനെ ക്ഷമയോടെ, സഹനത്തോടെ, മനുഷ്യരോടും ദൈവത്തോടും ഒക്കെ നല്ലൊരു ബന്ധത്തില് ജീവിക്കുവാനുള്ള ഒരു ജ്ഞാനം കർത്താവ് നമുക്ക് തരും. അങ്ങനെ അന്നത്തെ ക്രിസ്തീയ ജീവിതം നമുക്ക് വിജയകരമാക്കിയിട്ട് കർത്താവിന് പ്രസാദകരമായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയും. എന്നിട്ടോ പിന്നെയും പിറ്റേ ദിവസവും ചെല്ലണം. എല്ലാ ദിവസവും കർത്താവിന്റെ അടുക്കല് നമ്മൾ ഈ ജ്ഞാനത്തിന് വേണ്ടി ചെല്ലണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 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 ഭിക്ഷക്കാരൻ ഒരു മനുഷ്യന്റെ അടുക്കൽ ചെല്ലുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? എനിക്ക് ഇന്നത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ തരണം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോ ആ മനുഷ്യന് ആ പൈസ കൊടുക്കും. ഇപ്പൊ എക്സാമ്പിൾ, വിദേശത്ത് നിന്ന് ലീവിന് വന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിയുടെ അടുക്കൽ ഈ ഭിക്ഷക്കാരൻ ചെന്ന് പൈസ കൊടുക്കുകയാണ്. അപ്പൊ ചെല്ലുക എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ ചിലപ്പോൾ എഴുന്നേറ്റിട്ട് പോലും ഉണ്ടാവില്ല. അതിരാവിലെ ചെല്ലുകയാണ്. ചെന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. ആ മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നത് നോക്കി ഇങ്ങനെ കട്ടിൽ കാലിങ്ങോട്ട് ഇങ്ങനെ കണ്ണും നട്ട് ഇരിക്കുകയാണ്. റൂമിൽ അനക്കം കാണുന്നുണ്ടോ, വരുന്നുണ്ടോ, വരുമ്പോൾ എനിക്ക് തരുവാനുള്ളത് തരണം, അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക ആ മനുഷ്യനെ. അപ്പോ ആ മനുഷ്യന് ഉള്ളത്, വേണ്ടുന്നത് ആ മനുഷ്യൻ കൊടുത്തു വിടുന്നു. പിറ്റേ ദിവസവും ഈ മനുഷ്യൻ ചെല്ലുകയാണ്. അപ്പൊ ചോദിക്കും, എടാ, ഞാൻ നിനക്ക് ഇന്നലെ നിനക്ക് തന്നിരുന്നതല്ലേ, അത് തീർന്നു പോയോ? അല്ല, അത് തന്നതാണല്ലോ എന്ന് പറയുമ്പോ ഇയാൾ പറയും, സാറേ, എനിക്ക് ഇന്നലെ തന്നത് ഇന്നലെ ഞാൻ ഉപയോഗിച്ച് തീർന്നുപോയി, എനിക്ക് ഇന്നത്തേക്കുള്ളത് തരണം എന്ന് പറഞ്ഞ് അങ്ങനെ ചെല്ലുകയാണ്. അങ്ങനെ ദിവസവും ചെല്ലുന്ന ഈ വ്യക്തിയെ ഈ മനുഷ്യൻ എന്നും ഓർക്കും, എന്നും ഈ മനുഷ്യന്റെ മനസ്സിലുണ്ടാകും. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ദൈവത്തിന്റെ അടുക്കൽ ജ്ഞാനം ചോദിച്ചു ചെല്ലുമ്പോൾ ഈ ദൈവം നമ്മെ എന്നും ഓർത്തിരിക്കും. നമുക്കൊരു വാക്യം വായിക്കാം. സദൃശ്യവാക്യം 8-ാം അധ്യായം. മുപ്പത്തിനാലാണോ?
8-ന്റെ 34. ദിവസം പ്രതി എന്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എന്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തും കൊണ്ട് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കണ്ട, ദിവസം പ്രതി എന്റെ പടിവാതിക്കൽ ജാഗരിച്ചും എന്റെ വാതിൽ കട്ടളിക്കൽ കാത്തും കൊണ്ട് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരാ പറയണേ? ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നു. ഈ ജ്ഞാനമായവൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോ ഈ വിഷയം പറഞ്ഞ ചിലപ്പോ അതിനകത്ത് പലർക്കും സംശയങ്ങൾ ഉണ്ടാകാം. ഈ ജ്ഞാനമായവൾ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ഞാൻ വിശദീകരിച്ച് പറയാം. അതായത് ഇന്നത്തെ ക്ലാസ്സിലല്ല, കർത്താവാണ് ഈ ജ്ഞാനമായവൾ. അപ്പൊ അവിടെ നമുക്ക് തോന്നും എന്താ അവിടെ ഒരു പെണ്ണായിട്ട് കർത്താവിനെ എന്താ ഒരു സ്ത്രീ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് തോന്നാം. പക്ഷേ എന്നാ മീതെ യെരുശലേം, യെരുശലേം നമ്മുടെ അമ്മ എന്ന് പറഞ്ഞിരിക്കുന്നില്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും ജ്ഞാനമായവൾ ഒരു പെണ്ണായിട്ട്, അതായത് കർത്താവ് പെണ്ണാണെന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. ജ്ഞാനമായവൾ എന്ന് പറയുന്നത് കർത്താവാണ് ജ്ഞാനം, ദൈവമാണ് ജ്ഞാനം. ആ ദൈവത്തിൽ നിന്നുള്ള ആ ജ്ഞാനം, അത് താഴോട്ടൊക്കെ നമുക്ക് വായിക്കുമറിയാം. എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ഉണ്ട്. ദൈവത്തിന്റെ പക്കല് ഇതെല്ലാം ഉണ്ട്. അപ്പൊ ആ ദൈവത്തിന്റെ അടുക്കൽ നമ്മൾ ചെല്ലും. ദിവസം പ്രതി എന്റെ പടിവാതിക്കൽ ജാഗരിച്ചു എന്റെ വാതിൽ കട്ടിൽക്കൽ കാത്തും കൊണ്ട് നമ്മൾ ചെല്ലണം ഈ ജ്ഞാനത്തിന് വേണ്ടിയിട്ട്. അപ്പോ ആ കർത്താവിൽ നിന്നുള്ള ദിവസം പ്രതി ആ ജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോഴാണ് നമുക്ക് കർത്താവ് ആ ആഗ്രഹിക്കുന്ന തലത്തിലൂടെ നമുക്ക് ജീവിക്കുവാനായിട്ട്, വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവനെ കർത്താവ് എന്നും ഓർത്തിരിക്കും. ദൈവം നമ്മെ ഓർത്തിരിക്കും. അപ്പോ കർത്താവിന്റെ അടുക്കൽ ചെല്ലണം. എന്ത് പറഞ്ഞ? ഞാൻ ആത്മമണ്ഡലത്തിൽ ദരിദ്രനാണ് എന്ന് എനിക്ക് മനസ്സിലായി. കർത്താവ് എനിക്ക് ആവശ്യമായത്, എൻ്റെ ആത്മാവിന് ആവശ്യമായ ജ്ഞാനം കർത്താവ് എനിക്ക് തരണം എന്ന് പറഞ്ഞ് ഞാൻ ദരിദ്രനാണ് എന്ന് നമ്മൾ തന്നെ സമ്മതിക്കണം. ഞാൻ സമ്പന്നനാണ് എന്ന് പറഞ്ഞാൽ സമ്പന്നന്മാരെ ദൈവം വെറുതെ അയച്ചു കളഞ്ഞു എന്ന അവസ്ഥയിലല്ല നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലേണ്ടത്. ഞാൻ ദരിദ്രനാണ് എന്നുള്ള അവസ്ഥയില് നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലണം. അപ്പോഴാണ് നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം ലഭിക്കുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ എന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ പറയുന്ന ഈ പരീക്ഷയെ കുറിച്ചും പരീക്ഷ സഹിക്കുന്ന മനുഷ്യനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് ഈ വാക്യം അവിടെ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തില് ഒരു വിഷയം വന്നു, ഒരു പ്രശ്നം വന്നപ്പോ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലായില്ല. അതിനെക്കുറിച്ചുള്ള ജ്ഞാനം, അതായത് നിങ്ങൾക്ക് ഒരുത്തന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഫൽസിക്കാതെ, എന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതയെ പ്രതി അല്ലെങ്കിൽ ഒരു പ്രയാസത്തെ പ്രതി ദൈവത്തെ കുറ്റം പറയാതെ, ദൈവത്തെ തള്ളിക്കളയാതെ ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തില് ഈ ഒരവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുവാൻ കാരണം എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലണം. അപ്പോ ദൈവം അത് നമുക്ക് പറഞ്ഞു തരും, ദൈവം നമുക്കത് മനസ്സിലാക്കി തരും. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലണം. അപ്പോഴാണ് നമുക്ക് ഈ ശലോമൻ അതുപോലെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച കാര്യം അറിയാമല്ലോ. ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരുടെ പേര് ദൈവം എന്നും ഓർത്തിരിക്കും. അല്ലെങ്കിൽ പറയും, ദൈവം കർത്താവ് പറയും, എനിക്ക് നിന്നെ അറിയത്തില്ല, നീ പ്രാർത്ഥിച്ചിട്ടു, ഉപവസിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, എല്ലാം ചെയ്തു, പക്ഷേ നീ പ്രവർത്തിച്ചത് മുഴുവൻ അധർമ്മമാണെന്ന് പറഞ്ഞ് ദൈവം മാറ്റി നിർത്തുന്ന ഒരവസ്ഥയുണ്ടാവും. ഈ ജ്ഞാനത്തെ
നമ്മൾ അന്വേഷിച്ചില്ല എങ്കിൽ ഈ ജ്ഞാനത്തെ അന്വേഷിക്കുമ്പോഴാണ് ദൈവം നമ്മെ അറിയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കില്ല എന്നല്ല കേട്ടോ, ഇതൊന്നും ചെയ്യണ്ട എന്നല്ല പറയുന്നത്. പ്രാർത്ഥിക്കണ്ട, ഉപവസിക്കണ്ട, അത്ഭുതങ്ങൾ ചെയ്യണ്ട എന്നല്ല പറഞ്ഞ, ഇതെല്ലാം ചെയ്യണം. ഇതോടുകൂടി നമ്മൾ ഇതെല്ലാം ഈ വചനത്തില് ഉണ്ട്. വചനത്തോടു കൂടി തന്നെ ഈ പ്രവർത്തികളും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ കാണുവാനുമുണ്ട്, കേൾക്കുവാനുമുണ്ട്. ഇതെല്ലാം നടന്നിരിക്കും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തിൽ നിന്ന് ജ്ഞാനം ഓരോ ദിവസവും നമ്മൾ പ്രാപിക്കുന്നവരായി തീരണം. അപ്പോ ഈ ആത്മാവിൽ ദരിദ്രനാവാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ളവർക്ക് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ കഴിയുകയില്ല. ഈ ആത്മാവിൽ ദരിദ്രനാകുക എന്ന് പറയുമ്പോൾ ഈ എന്താ പറയണേ, ഞാൻ തികഞ്ഞവനാണ് അല്ലെങ്കിൽ തികഞ്ഞവളാണ് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ചെന്നിരിക്കുമ്പോൾ, ഞാൻ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ പറയുന്നില്ലേ, നീ സമ്പന്നനാണ് എന്ന് അവർ തന്നെ പറയുന്ന, ആ സഭയോട് പറയുന്ന ദൂതൊക്കെ പറയുമ്പോൾ, പക്ഷെ നീ ദരിദ്രനാണ് എന്ന് കർത്താവ് തിരിച്ചു പറയുന്നതായിട്ട് കാണുന്നു. അപ്പൊ ആ ഒരു മനോഭാവത്തിൽ നമുക്ക് ആ ഒരു ദാരിദ്ര്യമാണ് ഇപ്പൊ ഒരു ഭൗതിക നന്മകൾക്ക് ഇല്ലാതെ വരുമ്പോൾ നമുക്കൊരു ദാരിദ്ര്യം വരുന്നത് പോലെ തന്നെ ഈ ആത്മികമായ ജ്ഞാനം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് അതിനകത്തൊരു ദാരിദ്ര്യം കടന്നു വരുന്നു. ആ ദാരിദ്ര്യത്തിലാണ് നമ്മൾ ദൈവസന്നിധിയിൽ ചെന്ന് പ്രാപിക്കേണ്ടത്. അപ്പൊ ഇതാണ് ആത്മാവിൽ ദരിദ്രായർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യം ലഭിക്കുന്നതെന്ന് കർത്താവ് പറയുന്നു. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യം. അവിടെ നമ്മളാരും പറഞ്ഞതല്ല, അത് കർത്താവ് പറയാണ് അങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യം ലഭിക്കുന്നതെന്ന്. കർത്താവിന്റെ വചനത്തില് മാറ്റമില്ലല്ലോ. അടുത്ത വാക്യം, ബാക്കി എല്ലാ വാക്യങ്ങളും ഇത്രയും വിശദീകരണം ഇല്ല കേട്ടോ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. രണ്ടാമത്തെ പോയിന്റ് ആണ്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അപ്പോ ഈ ദുഃഖം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ദുഃഖം ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ് അവിടെ കാണുന്നത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്ന് പറയുമ്പോ നമ്മൾ ദൈവവചനം കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുമ്പോൾ, ദൈവവചനം കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവഹിതം മനസ്സിലാക്കി ജീവിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നു. ദൈവവചനത്തിലൂടെ, ദൈവവചനം മറ്റുള്ളവരുടെ പ്രസംഗത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ ദൈവവചനം വായിക്കുമ്പോഴോ എല്ലാം ചെയ്യുമ്പോൾ ദൈവഹിതം മനസ്സിലാക്കി എങ്ങനെ ഞാൻ ജീവിക്കണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നു. അതായത് ദൈവത്തിന്റെ പ്രമാണമാണത്. ആ പ്രമാണത്തില് എല്ലാം ഉണ്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള. അങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് വലിയൊരു ദുഃഖം നമ്മുടെ മനസ്സിൽ വരിക. എന്താണ് ആ ദുഃഖം വരുന്നത്? ദൈവമേ, ഈ വചനപ്രകാരം എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ഇതുവരെ ഈ വചനപ്രകാരം ഞാൻ ജീവിച്ചിട്ടില്ലല്ലോ, ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വേദന നമ്മുടെ മനസ്സിൽ വരുന്നു. അതാണ് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്ന് പറയുന്നത്. ദൈവവചനം കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുമ്പോൾ, ദൈവഹിതം മനസ്സിലാക്കി കഴിയുമ്പോൾ, ഇതേപോലെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ജീവിക്കാൻ അങ്ങനെ ആയിത്തീരാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വേദന, ദൈവത്തിന്റെ ഹിതപ്രകാരം എനിക്ക് ആയിത്തീരാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വേദന, ഒരു ദുഃഖം നമ്മിൽ ഉളവാകുന്നു. അതാണ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുക. എങ്ങനെയാ ആശ്വാസം ലഭിക്കുന്നത്? ഈ ദുഃഖം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് അങ്ങനെ ജീവിക്കാനുള്ള ഒരു കൃപ തരും. ഇങ്ങനെ ഒരു ദുഃഖം വരുമ്പോ
നമ്മൾ ദൈവത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവെ, എനിക്ക് അങ്ങനെ ജീവിക്കാനുള്ള കൃപ തന്നെ, ആ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ജീവിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമുക്ക് അതിനുള്ള സഹായം തരും, അതിനുള്ള കൃപ തരും. അപ്പോ നമ്മൾ ഭാഗ്യവാന്മാരായി തീരും. നമ്മൾക്ക് ആശ്വാസം ലഭിക്കും. ആ ദുഃഖത്തിന് ഒരു ആശ്വാസം നമ്മുടെ മേലും വരും. ഇതാണ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. വാക്യം 5-ന്റെ 4-ാം വാക്യം. രണ്ടാമത്തെ പോയിന്റ് ആണ്. 5-ന്റെ 4-ാം വാക്യമാണ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ്. ദൈവവചനം വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ആയിത്തീരാൻ കഴിഞ്ഞില്ലല്ലോ, ഈ വചനമനുസരിച്ച് എനിക്ക് ആയിത്തീരാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം നമ്മുടെ മനസ്സിൽ വരികയും ആ ദുഃഖം അനുസരിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എനിക്കിങ്ങനെ ജീവിക്കണം, എനിക്ക് അതിനുള്ള കൃപ തരണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും നമുക്ക് അതിനുള്ള കൃപ ദൈവം തരികയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. ഈ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ മാത്രം നല്ലതെന്ന് പറഞ്ഞില്ല, അല്ലേ? ബാക്കിയെല്ലാം ദൈവം നല്ലത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? മനുഷ്യൻ നല്ലതല്ലാത്തത് കൊണ്ടാണോ അങ്ങനെ പറയാതിരുന്നത്? മനുഷ്യനെയാണ് ദൈവം ഏറ്റവും മനോഹരമായി സൃഷ്ടിച്ചത്. എന്നിട്ടും ദൈവം മനുഷ്യനെ മാത്രം സൃഷ്ടിച്ചപ്പോ നല്ലതെന്ന് പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാ, ആ മനുഷ്യൻ ദൈവത്തിന്റെ ഒരു പദ്ധതിയിലേക്ക് എത്തിപ്പെടാനുണ്ട്. അതായത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആ മനുഷ്യൻ വളർന്നു വരാനുണ്ട്. ആ മനുഷ്യനെ ആ ഒരു ദൈവത്തിന്റെ ഒരു പദ്ധതിയിലേക്ക് ആ മനുഷ്യനെ ആക്കി തീർക്കാനുണ്ട്. നമ്മൾ ഓരോ നിമിഷവും ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആ ഒരു പരിപൂർണനായ ഒരു മനുഷ്യനല്ല. ഈ രീതിയിൽ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ആ മനുഷ്യൻ പൂർണ്ണമായി എത്തിപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ മാത്രം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ നല്ലതെന്ന് പറയാതിരുന്നത്. കാരണം ദൈവത്തിന് ഏതൊരു വ്യക്തിയെ സൃഷ്ടിക്കുമ്പോഴും, എല്ലാ മനുഷ്യരെ സൃഷ്ടിക്കുമ്പോഴും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതിന്റെ ആത്യന്തികമായ പദ്ധതി എന്നുള്ളത് ദൈവത്തോടൊപ്പം വസിക്കുക, ദൈവവും മനുഷ്യനും ഒരുമിച്ച് വസിക്കുക, യേശുക്രിസ്തുവിന് സദൃശനായി തീരുക എന്നുള്ളതാണ്. അടുത്ത വാക്യം, മൂന്നാമത്തെ പോയിന്റ് എന്നുള്ളത് 5-ന്റെ 5 സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും എന്നാണ് മൂന്നാമത്തെ പോയിന്റ്. വാക്യം മത്തായിയുടെ സുവിശേഷം 5-ന്റെ 5-ാം വാക്യമാണ്. എന്താ ഈ സൗമ്യത എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പറയും മറ്റുള്ളവരുടെയൊക്കെ മുന്നില് നമ്മൾ വളരെ താഴ്മയോടെ വിനയത്തോടെ സൗമ്യമായി സംസാരിക്കുന്നത്, ഇതൊക്കെയാണ് സൗമ്യതയായിട്ട് കണക്കൂട്ടുന്നത്. എന്നാൽ സൗമ്യത എന്ന് പറയുന്നത് അവർ ഭൂമിയെ അവകാശമാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മോശയെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് സൗമ്യത എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ മോശയെ ദൈവം ഏറ്റവും സൗമ്യനായിട്ട്, ഭൂതലത്തിൽ എങ്ങും വെച്ച് ഏറ്റവും സൗമ്യനായിട്ട് കണ്ടത് മോശയെയാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ മോശയെ സൗമ്യനായിട്ട് എടുക്കുവാൻ കഴിയില്ല. മോശ മിസ്രയീമിനെ അടിച്ചു കൊന്നു. അതുപോലെ തന്നെ 40 ദിവസക്കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരുന്ന മോശ ഇറങ്ങി വന്നപ്പോൾ ഈ വിഗ്രഹങ്ങളെ ഇസ്രായേൽ മക്കള് വിഗ്രഹങ്ങൾ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നത് കണ്ടപ്പോൾ ആ ദേഷ്യത്തിന് കൽപ്പലക
ഉടച്ചു കളഞ്ഞു. ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്ന ഒരു മോശയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ സൗമ്യതയായി ദൈവം കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോശയെ കുറിച്ച് അഹ്റോനും തന്റെ സഹോദരങ്ങൾ ഉൾപ്പെട്ട എല്ലാവരും തനിക്കെതിരെ കുറ്റം ആരോപിച്ചു ഇല്ലേ? ആ കൂശ്യ സ്ത്രീയെ കുറിച്ച് കുറ്റം ആരോപിച്ചു. ആ കുറ്റം ആരോപിച്ചപ്പോ മോശ പ്രതികരിച്ചോ? പ്രതികരിച്ചില്ല. മോശയെ കുറിച്ച് കുറ്റം പറഞ്ഞ് മറ്റുള്ളവർ മോശയെ കുറിച്ച്, തന്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ മോശയെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ മോശ പ്രതികരിക്കാൻ പോയില്ല. തന്നെ കുറിച്ച് തന്നെ, നമ്മളെ കുറിച്ച് തന്നെ, നമ്മെ കുറിച്ച് മറ്റുള്ളവര് എന്തെല്ലാം കുറ്റങ്ങൾ പറഞ്ഞാലും, എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞാലും, ഇല്ലായ്മ പറഞ്ഞാലും നമ്മൾ പ്രതികരിക്കാതെ അത് ദൈവത്തിന് വേണ്ടി ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതാണ് സൗമ്യത എന്ന് പറയുന്നത്. മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് അത്രയും വിഷമമൊന്നും ഉണ്ടാവില്ല അല്ലെ? നമ്മെ കുറിച്ച് തന്നെ മറ്റുള്ളവര് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത്, ഏറ്റവും പ്രയാസം ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മുടെ ഭവനത്തിലുള്ളവരെ കുറിച്ചോ, നമ്മുടെ സ്വന്തക്കാരെ കുറിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ കുറിച്ചോ ഒക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും അത്രയും ഭാരം, വിഷമം നമുക്ക് ഉണ്ടാവില്ല. നമ്മെ കുറിച്ച് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നമ്മൾ ചാടി പ്രതികരിക്കും. അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ ശരി സ്ഥാപിക്കാനായിട്ട് പോകും, അല്ലെങ്കിൽ നമ്മുടെ ന്യായം പറയുവാനായിട്ടൊക്കെ നമ്മൾ പോകും. എന്നാൽ മോശ ഒന്നിനും പോയില്ല. മോശ അതുകൊണ്ടാണ് ദൈവം ഏറ്റവും സൗമ്യനായിട്ട്, മോശ ചിന്തിച്ചു, എന്റെ ഡിഫൻഡ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, എനിക്ക് വേണ്ടി എതിർക്കുന്നത്, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാണ് എന്ന് മോശ വിശ്വസിച്ച് അതനുസരിച്ച് മോശ അവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ളവര് ഭൂമിയെ അവകാശമാക്കും. അതായത് ഭൂമിയെ അവകാശമാക്കും എന്ന് പറയുമ്പോൾ കർത്താവ് 1000-ാം ആണ്ടില് കർത്താവ് വന്ന് ഭൂമിയെ ഭരിക്കുമ്പോൾ അതോടൊപ്പം നമ്മളും ആ ഭരണത്തില് അവകാശികളായി തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കർത്താവിനോടൊപ്പം തന്നെ നമ്മൾ ഭൂമിയെ അവകാശമാക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അടുത്ത പോയിന്റ്, 4-ാമത്തെ പോയിന്റ്. 4-ാമത്തെ പോയിന്റ് ഏതാ? 6-ാമത്തെ വാക്യം, 5-ന്റെ 6-ാമത്തെ വാക്യം. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഇവിടെ ദൈവം മുമ്പാകെ നീതി എന്താണെന്ന് യേശുക്രിസ്തുവിലൂടെ തന്നെ അപ്പോസ്തലന്മാര്, യേശുക്രിസ്തുവിലൂടെ അപ്പോസ്തലന്മാരിലൂടെയെല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവം മുമ്പാകെയുള്ള നീതി, അതായത് ദൈവം മുമ്പാകെ അതായത് റൈറ്റ് ആയത് മനുഷ്യന്റെ മുമ്പാകെ റൈറ്റ് ആകണമെന്നില്ല. ദൈവം മുമ്പാകെ റൈറ്റ് ആയത് മനുഷ്യന്റെ മുമ്പാകെ റൈറ്റ് ആകണമെന്നില്ല. മനുഷ്യന്റെ മുമ്പാകെ റൈറ്റ് ദൈവം മുമ്പാകെ റൈറ്റ് ആകണമെന്നില്ല. മനുഷ്യന്റെ മുമ്പാകെ നല്ലതെന്ന് കാണുന്ന കാര്യങ്ങള്, മനുഷ്യൻ ചെയ്യുന്ന നീതി പ്രവർത്തികള് കറപുരണ്ട തുണി പോലെ എന്നാണ് പറയുന്നത്. മനുഷ്യൻ ചെയ്യുന്ന നീതി പ്രവർത്തികള് കറപുരണ്ട, ദൈവത്തിന്റെ മുമ്പാകെ കറപുരണ്ട തുണിയായിട്ടാണ് കാണുന്നത്. ദൈവം മുമ്പാകെ നീതി എന്നുള്ളത് ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് ദൈവം മുമ്പാകെയുള്ള നീതി മനുഷ്യൻ ചെയ്യുമ്പോഴാണ് മനുഷ്യനെ എല്ലാവരും എതിർക്കുന്നത്.
ഇപ്പൊ ഞാനൊരു ഇപ്പൊ കർത്താവ് യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ സ്നാനം കഴിക്കുവാനായിട്ട് വന്നു, സ്നാനപ്പെടുവാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ യോഹന്നാനോട് കർത്താവ് പറയുന്ന തന്നെ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കപ്പെടുക നമുക്ക് ആവശ്യമെന്ന്. ഈ ദൈവത്തിന്റെ മുമ്പാകെയുള്ള നീതി നിവർത്തിക്കുവാനായിട്ട് മനുഷ്യൻ ഒരുങ്ങുമ്പോഴാണ് സകല ആളുകളും ഈ മനുഷ്യന് എതിരായിട്ട് വരുന്നത്. അതായത് ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടു കഴിയുമ്പോൾ സ്നാനമേൽക്കണം. ഈ സ്നാനമേൽക്കുകയും മാനസാന്തരപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ സകല മനുഷ്യരും അവർക്ക് എതിരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ സ്നാനവും മാനസാന്തരവും എല്ലാം ദൈവത്തിന്റെ മുമ്പാകെ നീതിയാണ്. സ്നാനവും മാനസാന്തരവും ദൈവത്തിന്റെ മുമ്പാകെ നീതിയാണ്. അത് ചെയ്യുവാനുള്ള ഒരു വ്യഗ്രത, നീതിക്ക് വിശന്ന് ദാഹിക്കുക, ആ നീതി ചെയ്യാനുള്ള ഒരു വ്യഗ്രത നമുക്കുണ്ടാകണം. അതായത് നമ്മൾ നീതി ചെയ്തവരാണ്, മനുഷ്യർക്ക് അതിനുള്ളൊരു വ്യഗ്രത ഉണ്ടാകണം. അതിനാണ് മനുഷ്യന് ഒട്ടും വ്യഗ്രത ഇല്ലാത്തത്. ഇപ്പൊ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. എന്റെ സിസ്റ്റർ ഇൻ ലോ രക്ഷിക്കപ്പെട്ടു. അത് കാത്തലിക്സ് കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാ. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോ പുള്ളിക്കാരിക്ക് സ്നാനം ഏൽക്കണം. സ്നാനം ഏൽക്കുവാനായിട്ട് കാത്തിരിക്കുക. അവിടെ നിന്ന് ഇറങ്ങി പോയി സ്നാനം ഏൽക്കുവാനായിട്ട് യാതൊരു സാഹചര്യങ്ങളും ഇല്ല. അതിനായിട്ട് ജർമ്മൻ ഭാഷ പഠിക്കാൻ പോവുകയാണ് എന്ന് വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട്. ജർമ്മൻ ഭാഷ പഠിക്കാൻ പോയിരുന്നു. അപ്പൊ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകുവാനായിട്ട് ഒരുങ്ങി. അപ്പൊ ഒരു വൈറ്റ് ചുരിദാറൊക്കെ അന്ന് വാങ്ങിച്ചു വെച്ചിരുന്നു. ആ ചുരിദാറ് സ്നാനം ഏറ്റാലാണ് അന്നാണ് ഇടുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് 2 വർഷം ആ ചുരിദാർ അങ്ങനെ കാത്തു വച്ചിരുന്നു, സ്നാനം ഏൽക്കുവാനുള്ള ഒരു സാഹചര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ പുള്ളിക്കാരി ആലുവയില് ഉള്ള ഒരു പാസ്റ്ററൊക്കെ സ്നാനം ഏൽക്കുവാനൊക്കെ ആയിട്ട് റെഡിയാക്കി. ഇപ്പോ സഹോദരിയുടെ മാതാവും ഉണ്ട്. എന്റെ സിസ്റ്റർ ലോ എന്ന് പറയുമ്പോ വിവാഹത്തിന് മുന്നുള്ള സംഭവം കേട്ടോ അത്. മാതാവിനും സ്നാനം ഏൽക്കണം. പക്ഷെ ഇവർക്ക് 2 പേർക്കും പുറത്തിറങ്ങാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല. അപ്പൊ ഒരു ദിവസം പിതാവ് ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു, എനിക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, പോകണം. അപ്പൊ ആദ്യം ഇങ്ങനെ പറഞ്ഞു, അമ്മച്ചിയെ കൂട്ടി വിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലോ, അറിയുമല്ലോ എന്ന് കരുതിയിട്ട് പറഞ്ഞു ചേച്ചിയെ കൂട്ടി. അപ്പൊ ചേച്ചി വിവാഹം കഴിച്ചയച്ചു. ചേച്ചിയെ കൂട്ടി വിടണമെന്ന് പറഞ്ഞു. അപ്പോ പിതാവ് സമ്മതിച്ചു. എങ്കിൽ നീ ടിൻസി എന്നാണ് ചേച്ചിയുടെ പേര്, നീ ടിൻസിയെ കൂട്ടി നാളെ രാവിലെ പോയിക്കോളാൻ പറഞ്ഞു. പക്ഷെ കുറച്ചു കഴിഞ്ഞ് ചേച്ചിയെ കൂട്ടി വിടണമെന്ന് പറഞ്ഞു. പക്ഷെ പിതാവിന്റെ വായിൽ നിന്ന് വരികയാണ് വൈദ്യൻ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നെന്ന് പറഞ്ഞോണം. പിതാവിന്റെ വായിൽ നിന്ന് വരികയാണ് നീ അമ്മച്ചിയും കൂട്ടി പോയാൽ മതിയെന്ന്. അപ്പൊ അമ്മച്ചിയും മകളുമാണ് സ്നാനം ഏൽക്കാൻ ഇരിക്കുന്നത്. ചേച്ചിയെ കൂട്ടി പോണ്ട, നീ അമ്മച്ചിയെ കൂട്ടി പോയാൽ മതി എന്ന് പറഞ്ഞ് പിതാവിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു സംസാരം വന്ന് അങ്ങനെ രാവിലെ 2 പേരും ജൂലൈ മാസത്തിലെ വലിയൊരു മഴയുള്ള സമയം ആലുവയിൽ പോയി ഇവർ 2 പേരും സ്നാനമേറ്റ് മടങ്ങി വന്നു. കാര്യം വളരെയധികം ഉപദ്രവങ്ങൾ ഇവർ സഹിച്ചു. ഉപദ്രവം സഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്നാ പറയണ, വലിയ ഈ വണ്ണമുള്ള ഈ കൊന്നപ്പത്തലൊക്കെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള വടി എടുത്തിട്ട് ഒടിയുന്നത് വരെ ഈ അപ്പച്ചൻ അമ്മച്ചിയെയും ഈ സഹോദരിയെയും മാറി മാറി, അമ്മയെയും മോളെയും മാറി മാറി തല്ലും. അത് ഒടിയുന്നത് വരെ തല്ലും. അമ്മച്ചിയെ തല്ലുമ്പോ മോള് പറയും അമ്മച്ചിയെ തല്ലണ്ട എന്നെ തല്ലിക്കോളാൻ പറയും. മോളെ തല്ലുമ്പോ അമ്മച്ചി പറയും അവളെ തല്ലണ്ട എന്നെ തല്ലിക്കോന്ന് പറയും. അങ്ങനെ വളരെയധികം ഉപദ്രവങ്ങൾ സഹിച്ച് അവൾ പിടിച്ചു നിന്നു. എന്നെ പെന്തക്കോസ്ത് ചെറുക്കനെ കൊണ്ട് വിവാഹം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ വിവാഹപ്രായം എനിക്ക് തോന്നുന്ന ഒരു 28 വയസ്സിലെങ്ങാണ്ട വിവാഹം കഴിക്കുന്നത്.
ആ വിവാഹപ്രായം കഴിഞ്ഞിട്ട് പോലും ഇവള് എന്നെ പെന്തക്കൊസ്ത് ചെറുക്കനെ കൊണ്ട് ഈ വിവാഹം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ അടിയും എല്ലാം കൊണ്ട് സഹിച്ചു നിന്നാണ് അങ്ങനെ എൻ്റെ സഹോദരൻ അവളെ വിവാഹം കഴിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ നീതി ചെയ്യാനുള്ള ഒരു വ്യഗ്രത അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ നീതിക്ക് വിശന്ന് ദാഹിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും എന്നാണ് പറയുന്നത്. ദൈവകൽപ്പന അനുസരിക്കാൻ കഴിയുമെന്ന്, നീതിക്കുള്ള വിശപ്പും ദാഹവും കാരണം എവിടെ പോയാൽ എനിക്ക് ദൈവകൽപ്പന അനുസരിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു വ്യഗ്രത അത് കണ്ടെത്തി കഴിയുമ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ആളുകള് ഉപദ്രവിക്കാൻ തുടങ്ങും. ആളുകള് ഈ നീതി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആളുകൾ നമ്മളെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും. ഈ പരിച്ഛേദന സ്നാനം എന്ന് പറയുന്ന വിഷയം ഭയങ്കര വലിയൊരു വിഷയമാണ് കേട്ടോ. നമ്മൾ പറയും സാധാരണ നമ്മൾ പരിച്ഛേദന വേണോ, നമുക്ക് പരിച്ഛേദന വേണോ എന്ന് നമ്മൾ പറയും. പരിച്ഛേദന എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഹൃദയ പരിച്ഛേദനയെ കുറിച്ച് പറഞ്ഞു, മാനസാന്തരത്തെ കുറിച്ച്. അത് മാത്രമല്ല അവിടെ പരിച്ഛേദന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ യേശുക്രിസ്തുവിന്റെ ക്രൂശില് കർത്താവിന്റെ ശരീരം ഛേദിക്കപ്പെട്ടു. കർത്താവിന്റെ ശരീരം ഛേദിക്കപ്പെട്ടപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരവും ഛേദിക്കപ്പെട്ടു. നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ മരണ അടക്ക പുനരുദ്ധാനത്തിൽ നമ്മൾ പങ്കാളികളായി തീരുകയും ചെയ്യണം. കർത്താവ് ആർക്കു വേണ്ടിയാ കർത്താവിന്റെ ശരീരം നുറുക്കപ്പെട്ടത്? നമുക്ക് വേണ്ടിയല്ലേ. നമ്മൾ മരിക്കേണ്ടുന്ന സ്ഥാനത്തല്ലേ കർത്താവ് മരിച്ചത്. അപ്പോ ആ കർത്താവിനോടൊപ്പം തന്നെ നമ്മുടെയും ശരീരം, നമ്മളും ഛേദിക്കപ്പെടുകയാണ്. ഒരു പരിച്ഛേദന അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. ആ കർത്താവിനോടൊപ്പം തന്നെ നമ്മളും മരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ നമ്മളുടെ ആ പഴയ മനുഷ്യൻ മരിച്ചു. ആ പഴയ മനുഷ്യനെ നമ്മൾ മരിപ്പിച്ചു. നമ്മുടെ ആ പഴയ പാപത്തിന്റെ സ്വഭാവങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിച്ചു. ആ പഴയ പാപങ്ങൾ ഉണ്ടായിരുന്ന ആ ശരീരത്തെ മരിപ്പിച്ചു. അത് ക്രൂശില് കർത്താവിനോടൊപ്പം പഴയ ശരീരം മരിച്ചു. മരിച്ചു കഴിയുമ്പോൾ പിന്നെ അടുത്തത് നടക്കേണ്ടത് എന്താ? അടക്കമല്ലേ നടക്കേണ്ടത്. ഉടനെ തന്നെ അടക്കം നടക്കണ്ടേ. അപ്പൊ ഈ അടക്കത്തിനുള്ള സമയം നമ്മൾ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ? ഇന്ന് സമുദായങ്ങളിൽ കാണുന്ന ഒരു സംഭവം ഞാൻ പറയാം. എല്ലാവരും പറയും ഞങ്ങൾ മാനസാന്തരപ്പെട്ടതാ, ഞങ്ങൾ യേശുവിനെ വിശ്വസിച്ചാണ്, യേശുവിനോട് പ്രാർത്ഥിച്ചാണ്, യേശുവിനോടൊപ്പമാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ഈ സമുദായങ്ങളിലുള്ളവര് പറയും. പക്ഷെ അവർ മാനസാന്തരപ്പെട്ടു, ശരിയാണ്, അവർ മരിച്ചു. മരിച്ചിട്ട് ഇവരെന്താ അടക്കം ചെയ്യാതെ ഈ അടക്കം ചെയ്യാതെ നടന്നു കഴിഞ്ഞാൽ, അടക്കം ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ നാറ്റം ഉണ്ടാവില്ലേ? ഇവർ ഈ നാറ്റിച്ചുകൊണ്ട് കിടക്കുന്ന എന്തിനാ? അടക്കം ചെയ്യാതെ ഈ ശരീരം, മരിച്ച ശരീരത്തെ അടക്കം ചെയ്യാതെ ഇവരിങ്ങനെ കൊണ്ടു കിടക്കുക. അടക്കം ചെയ്താലല്ലേ ഉയർത്തെഴുന്നേറ്റ് യേശുവിനോടൊപ്പം ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇവരെങ്ങനെയാ യേശുവിനെ ആരാധിക്കുക, യേശുവിനെ പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്? ഈ മരിച്ച ശരീരം എങ്ങനെ തന്നെ കിടക്കുക, ഇവരെ അടക്കം ചെയ്തിട്ടില്ല. അടക്കം ചെയ്താൽ മാത്രമാണ് ഉയർത്തെഴുന്നേൽപ്പ് നടക്കുകയുള്ളൂ. അപ്പോ നമ്മളാണെങ്കിലും നമ്മൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ നടക്കേണ്ട സംഭവമാണ് ഈ സ്നാനം എന്നുള്ളത്. സ്നാനത്തിലൂടെയാണല്ലോ നമ്മൾ അടക്കം ചെയ്യപ്പെടുന്നത്, നമ്മുടെ ശരീരം അടക്കം ചെയ്യപ്പെടുന്നത്. അടക്കിയാലല്ലേ ഉയർത്തെഴുന്നേൽക്കുള്ളൂ. ഒരു പയർമണി കുഴിച്ചിട്ട് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും. ആ മണി നിലത്ത് കുഴിച്ചിട്ട് കഴിയുമ്പോൾ അത് ചീഞ്ഞു പോയിട്ട് അതിൽ നിന്നാണ് മുള പുറത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആ മരിച്ച ശരീരത്തെ അടക്കം ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് പുതിയ ശരീരം, ആ ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഉയർത്തെഴുന്നേറ്റ് അതിൽ പങ്കാളികളായി ആ ക്രിസ്തുവിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ ചുരുക്കമായി മാത്രം ആണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അത് വലിയൊരു വിഷയം. അത് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് ആ ദൈവമായിട്ടുള്ള ആ ഒരു ബന്ധവും എന്നെ പറയണേ ഭയങ്കര ഒരു വിഷയം. അത് ആ പരിച്ഛേദനയും സ്നാനവും നമ്മൾ പഠിക്കുമ്പോൾ
നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ. അപ്പോ ഞാൻ പറഞ്ഞു വന്നെ നമ്മള് നീതി ചെയ്ത് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർക്ക് തൃപ്തി വരും. അപ്പൊ ആ നീതി നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു തൃപ്തി നമുക്ക് ഉണ്ടാകും. അടുത്ത 5-ാമത്തെ പോയിന്റ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അല്ലേ? 7-ാമത്തെ വാക്യം, 5-ന്റെ 7-ാമത്തെ വാക്യമാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് കരുണ വേണം, അല്ലേ? എല്ലാവരോടും കരുണ വേണം. മനുഷ്യരോടാണെങ്കിലും മൃഗങ്ങളോടാണെങ്കിലും നശിച്ചു പോകുന്ന വ്യക്തികളോടാണെങ്കിലും ഒക്കെ എല്ലാവരോടും നമുക്കൊരു കരുണ വേണം. ചില ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവര് പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, ആരാധനയുണ്ട്, കൂട്ടായ്മയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു മനുഷ്യനെയും സഹായിക്കില്ല, ഒരു മനുഷ്യനും ഒരു സഹായം ചെയ്യത്തില്ല. എന്നാ പറഞ്ഞ നാടൻ ഭാഷയിൽ പറയാ, അർത്ഥ കൈക്ക് ഉപ്പ് തേക്കില്ല എന്ന് പറയും. പ്രാർത്ഥനയും കൂട്ടായ്മയും ഒക്കെ എല്ലാം വളരെ അധികം കൂടുതലാ. പക്ഷെ ഇങ്ങനെ ഒരു സ്വഭാവമാണ് അവർക്കുണ്ടാകുന്നത്. പക്ഷെ ആരോടും ഒരു കരുണയില്ലാത്ത, ആരോടും ഒരു മനസ്സലിവില്ലാത്ത ഒരവസ്ഥയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ സഹജീവികളോട് നമുക്ക് കരുണ വേണം. രാബു സാറ് പറഞ്ഞു കേട്ടതാണെന്ന്, നമ്മുടെ ഷീനാന്റിയൊക്കെ കാക്കയ്ക്കും പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ, മനുഷ്യർക്ക് മാത്രമല്ല, അവിടെ മനുഷ്യരും ഉണ്ടല്ലോ എപ്പോഴും, അതൊത്തിരി ഉണ്ടല്ലോ, അങ്ങനെ കൊടുക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ പൂച്ചകളും പട്ടികളും കാക്കകളും എല്ലാവരും വരും, എല്ലാവർക്കും കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ, അങ്ങനെ നമ്മൾ കരുണയുള്ളവരായിരിക്കണം, കൊടുക്കണം. എല്ലാവർക്കും നമ്മൾ എന്ന് വെച്ചാൽ അർഹരായവർക്കൊക്കെ നമ്മൾ കൊടുക്കണം. അത് മാത്രമല്ല, കരുണ എന്ന് പറഞ്ഞാൽ ഈ നിത്യ നരകത്തിൽ പതിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോടും നമുക്കൊരു അയ്യോഭാവം വേണം. അയ്യോ, നരകത്തിലേക്കാണല്ലോ, നിത്യ നരകത്തിലേക്കാണല്ലോ ഇവർ പോകുന്നത് എന്നുള്ളൊരു ഒരു ഭാരം നമ്മുടെ ഉള്ളിൽ വേണം. അപ്പൊ അവരോട് സുവിശേഷം പറയുവാനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെ ഒരു കരുണയും നമുക്ക് വേണം. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ BTH കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു പുസ്തകം എഴുതിയായിരുന്നു. ആ ബുക്കിനകത്ത് ഞാൻ ആ കഥ എഴുതിയിട്ടുണ്ട്. അതായത് ഒരു അമ്പലക്കുളത്തില് ഒരു ഷൂട്ടിംഗ് നടക്കുക. ഷൂട്ടിംഗ് നടക്കുമ്പോ ഒരു മനുഷ്യൻ, അതിനകത്ത് അഭിനയിക്കുന്ന ആ വ്യക്തി ആ കുളത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു മനോരോഗിയായ, കാണികളിൽ നിന്ന് മനോരോഗിയായ ഒരു യുവാവ് ഓടി ആ കുളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഈ വ്യക്തിയെ ആ കുളത്തിൽ മുക്കി കൊല്ലുക. പക്ഷെ ആരും അതിനെ രക്ഷിക്കാൻ ചെല്ലുന്നില്ല. ഇത്രയും ആളുകളെല്ലാം കണ്ടു നിന്നിട്ട് പോലും ആരും ആ വ്യക്തിയെ രക്ഷിക്കാൻ ചെല്ലുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാവരും മൊബൈലില് ഇത് പകർത്തുക. ഇതാണ് ഇന്ന് എന്ത് അപകടം ഉണ്ടായാലും, എന്ത് വിഷയം ഉണ്ടായാലും എല്ലാവർക്കും മൊബൈലിൽ പകർത്തി ലോകം മുഴുവൻ അറിയിക്കുക, എന്നിട്ട് സ്റ്റാർ ആവുക. ഇതാണ് ഇന്നത്തെ ജനത്തിന്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ നിത്യ നരകത്തിലേക്ക് പോകുന്ന ജനത്തിനോട് നമുക്കൊരു കരുണ വേണം. അവരോട് നമ്മൾ ഈ സത്യസുവിശേഷം പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി ദൈവത്തിങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു മനോഭാവം കൂടി നമുക്ക് വേണം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നമ്മൾ ഈ കരുണയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അവസ്ഥയൊക്കെ വരുമ്പോൾ ദൈവം നമ്മോടും കരുണ കാണിക്കും. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവും. അതാണ് എളിയവനെ ആദരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെ ഒരു വാക്യം ഉണ്ടല്ലോ, അവരെ തന്നെ രോഗക്കിടക്കയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കുന്ന കാര്യമൊക്കെ. അപ്പൊ നമ്മളും കരുണ കാണിച്ചു കഴിഞ്ഞാൽ നമ്മോട് ദൈവവും കരുണ കാണിക്കും.
അങ്ങനെയൊക്കെ എത്രയോ അവസ്ഥകൾ നമുക്ക് ദൈവം നമ്മെ രക്ഷിച്ചിട്ടുണ്ട് അല്ലേ? എത്രയോ ഭാരത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നൊക്കെ രോഗക്കിടക്കയിൽ നിന്നൊക്കെ ദൈവം നമ്മളെ രക്ഷിച്ചു കൊണ്ടുവന്നേക്കണം. അത് ദൈവത്തിന് നമ്മോട് തോന്നുന്ന കരുണയാണത്. അടുത്തത് 6ാമത്തെ പോയിന്റ്. 6ാമത്തെ പോയിന്റ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ 5ന്റെ 8ാം വാക്യാണ്. 5ന്റെ 8ാം വാക്യം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നുള്ളതാണ്. അത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ പാപികളായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. ആദമ്യ പാപം നമ്മിൽ ഉള്ളത് കൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ആ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞ് പാപിയായിട്ടാണ് ജനിക്കുന്നത്. പാപം അവന്റെ ഉള്ളിലുണ്ട്. പക്ഷെ പാപം ഒന്ന് തിരിച്ചറിയാൻ ഒരു പ്രായമാകുന്നില്ല അല്ലെ? പ്രായം നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയുന്ന ഒരു പ്രായം വരണമെങ്കിൽ ഏകദേശം 12 വയസ്സെങ്കിലും ആകണം എന്നാണ് പറയുന്നത്. അപ്പൊ ജനിക്കുമ്പോൾ തന്നെ നമ്മള് പാപമുള്ളവരാ. അപ്പോ ഈ പാപത്തെ നമുക്ക് എങ്ങനെ കഴുകാൻ കഴിയും? ആ കുഞ്ഞാടിന്റെ രക്തത്താല് നമുക്ക് ആ പാപത്തെ കഴുകിക്കളയാൻ കഴിയും. രക്തത്താലും വചനത്താലും നമുക്ക് ആ പാപത്തെ കഴുകിക്കളയാൻ പറ്റും. ആ പാപത്തെ കഴുകിക്കളഞ്ഞ് പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കണം. അങ്ങനെ ആ ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഹൃദയശുദ്ധി നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് കഴിയും. ആ പാപത്തെ നമ്മൾ കഴുകിക്കളഞ്ഞ് രക്തത്താലും വചനത്താലും കഴുകിക്കളഞ്ഞ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ ആ ഹൃദയത്തിൽ നമുക്ക് ശുദ്ധി ഉണ്ടാവും. ഹൃദയശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ വെച്ച് ദൈവത്തെ കണ്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ദൈവത്തെ കാണാൻ കഴിയുമോ? ഇവിടെ ഹൃദയശുദ്ധിയോടുകൂടി ജീവിച്ച് നമുക്ക് ദൈവത്തെ കാണാൻ കഴിയണം. എങ്കിൽ മാത്രമാണ് നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ദൈവത്തെ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ ഈ ശുദ്ധീകരണം എങ്ങനെ നടക്കും? രക്തത്താലും വചനത്താലും ആത്മാവിനാലുമുള്ള ശുദ്ധീകരണമുണ്ട്. ഈ ശുദ്ധീകരണം 24 മണിക്കൂറും ഈ ശുദ്ധീകരണത്തിന് നമ്മൾ വിധേയമാകണം. 24 മണിക്കൂറും ഈ ശുദ്ധീകരണത്തിന് നമ്മൾ വിധേയമാകണം. അപ്പൊ ആ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തില് നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് കഴിയും. എങ്കിൽ മാത്രമാണ് നമുക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. അടുത്ത പോയിന്റ് 7ാമത്തെ പോയിന്റ് ആണ്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. വാക്യം 5ന്റെ 9ാം വാക്യാണത്. 5ന്റെ 9ാം വാക്യം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അത് ചെറിയ പോയിന്റ് ആട്ടോ. അതായത് നമുക്ക് എങ്ങനെ സമാധാനം ഉണ്ടാക്കാം, അത് നമുക്ക് തന്നെ അറിയാം. നമുക്ക് എങ്ങനെ സമാധാനം ഉണ്ടാക്കാം? ആരോടും ഒരു ഫൈറ്റ് ചെയ്യാൻ പോകാതിരിക്കുക. ഇപ്പോ മറ്റുള്ളവർ നമ്മളോട് പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് അവരോട് എതിർക്കണം എന്ന് തോന്നുന്ന അവസ്ഥകൾ പോലും നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമയോടെ അവരോട് വഴക്കുണ്ടാക്കാൻ പോകാതിരിക്കുക, ഫൈറ്റ് ചെയ്യാൻ പോകാതിരിക്കുക, അങ്ങനെ ഒരു പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കുക. ഒക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സമാധാനം ഉണ്ടാകും അല്ലെ? ഈ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ള സമാധാനം കൂടി
നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോ ഞാൻ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനോഭാവം കൊണ്ടോ ആരോടും പ്രശ്നമുണ്ടാക്കാൻ പോകാതിരിക്കുമ്പോൾ, ആരോടും വഴക്കുണ്ടാക്കാൻ പോകാതിരിക്കുമ്പോൾ നമുക്കൊരു സമാധാനം നമുക്ക് ഉണ്ടാകും. ചിലർ സമാധാനമായിരിക്കുന്ന അവസ്ഥയിൽ പോലും സമാധാനം കളയുന്ന അവസ്ഥകളുണ്ട്. നമ്മുടെ വാക്കുകൾ കൊണ്ടായിക്കോട്ടെ, സംസാരം കൊണ്ടായിക്കോട്ടെ, പ്രവൃത്തി കൊണ്ടായിക്കോട്ടെ ഒക്കെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകള് അവരുടെ ഇടയിൽ, ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഇങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാര്, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നമുക്ക് കുറെ പോയിന്റ്സ് ഉണ്ട്. ചില പോയിന്റ്സുകളൊക്കെ ചുരുക്കമായിട്ട് മാത്രം പഠിച്ചാൽ മതിയാവും. ചില പോയിന്റ്സുകൾ, ഇനിയുള്ള പോയിന്റ്സുകൾ അത്ര വലിയ പോയിന്റ്സുകളല്ല, ഒരു 40 ഉണ്ട്. പെട്ടെന്ന് ഒക്കെ പറഞ്ഞു പോകാവുന്ന പോയിന്റ്സ് ആണ്. ഒരു ക്ലാസ് കൂടി എടുത്തിട്ട് നമുക്കത് അങ്ങ് ചുരുക്കമായി പറഞ്ഞൊക്കെ അങ്ങ് നിർത്താം. ഈ വിസ്ഡത്തെ കുറിച്ചും നോളജിനെ കുറിച്ചൊക്കെ വലിയൊരു വിഷയമാട്ടോ പഠിക്കാനുള്ളത്. അതിനകത്ത് ഈ മനുഷ്യന് പറ്റിയ പാപം മൂലമൊക്കെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ദേഹം ദേഹി ആത്മാവൊക്കെ പഠിച്ചില്ലേ. അപ്പൊ അതിനകത്ത് മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോ, ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോ ആ ഫിസിക്കൽ ബോഡിക്ക് രോഗമുണ്ടാകാൻ കാരണം മനുഷ്യന്റെ പാപാണ്. അതായത് ആ ആദമിലൂടെ ഉള്ള പാപത്തില് ഫിസിക്കൽ ബോഡി രോഗമുള്ളതായി തീർന്നു. അതുപോലെ ആ ബുദ്ധിമണ്ഡലം കറപ്റ്റഡായി. അതുപോലെ തന്നെ ആത്മീക മണ്ഡലവും ആത്മമണ്ഡലവും കറപ്റ്റഡായി തീരുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിനെല്ലാം ദൈവം ഒരു പരിഹാരം കണ്ടിരുന്നു അന്ന്. ആ ഒരു പരിഹാരം എന്താണെന്നുള്ള കാര്യങ്ങളും അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു വലിയൊരു പഠനം. അതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വളരെയധികം ഒത്തിരി അറിവുകൾ നമുക്ക് കിട്ടും. അതൊരു ക്ലാസ് ആയി തന്നെ എടുക്കേണ്ട ഒരു വിഷയമാണിത്. ഈ സംഭവങ്ങൾ, ഈ വിസ്ഡത്തെ കുറിച്ചും നോളജിനെ കുറിച്ചും, അതായത് ബിബ്ലിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് പഠിച്ചു കഴിയുമ്പോൾ വളരെ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. എല്ലാവർക്കും എങ്ങനെയാന്ന് അറിയില്ല, അതൊരു നല്ല രസം അത് പഠിക്കാനായിട്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ആദമിന്റെ പാപം മൂലം വന്നുപോയ സംഭവങ്ങളും, അതുപോലെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എങ്ങനെയാണ് പാപത്തിലായിത്തീരുന്നതെന്നും എന്നുള്ള വിഷയങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഒത്തിരി കാര്യങ്ങള് എന്താ പറയണേ, ഇന്ന് വരെ കിട്ടാത്ത കാര്യങ്ങളൊക്കെ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ലഭിക്കാനായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയത് ഈ പരിച്ഛേദനയും, അതൊക്കെ വലിയൊരു വിഷയമാണ്. പരിച്ഛേദന, അതുപോലെ നമുക്ക് എങ്ങനെ ക്രിസ്തുവിനകത്ത് എങ്ങനെ ജീവിക്കാം എന്നുള്ള ആ കർത്താവ് വാഴ്ചകളെയും അധികാരങ്ങളെയും ഒക്കെ ആയുധവർഗം വെപ്പിച്ചത്. എന്താണ് ആ ആയുധങ്ങള്, സാത്താന്റെ ആയുധങ്ങൾ എന്താണ്, എങ്ങനെയാണ് ആയുധവർഗം വെപ്പിച്ചത്, ഇതൊക്കെ വലിയ വിഷയങ്ങളാ. അതൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ആഴങ്ങൾ മനസ്സിലാകുന്നത്. ആന്റി, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആണോ ആന്റി? വേണോ, എടുക്കണോ ഇനി? വേണോ? വേണ്ട സിസ്റ്റർ, അബു വരുന്നുണ്ട്. അബു ഇപ്പം വരുന്നു. കേൾക്കാമല്ലോ സാറേ? കേൾക്കാം.